ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗഡൈക്കല്ല് പറഞ്ഞ സ്ഥലത്താട്ടോ. അതായത് നമ്മുടെ മംഗലാപുരത്ത് നിന്നും 68 കിലോമീറ്റർ ഉള്ളോട്ട്, അതായത് കർണാടകൻ്റെ ഉള്ളോട്ട് ഉള്ളൊരു സ്ഥലമാണ് ഗഡൈക്കല്ല് പറയുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. എൻ്റെ പിന്നെ ചുറ്റിനും കാണാൻ കഴിയും, ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മളിപ്പോൾ ഒരു അത്രയും ഉയരത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നൊരു മലേൻ്റെ മേലെ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ 1900 സ്റ്റെപ്സ് നമ്മൾ നടന്ന് കയറണം. അപ്പോൾ ഇതുണ്ടല്ലേ, നടന്ന് കയറണം. എൻ്റെ സുഹൃത്തുണ്ട് കൂടെ, അവൻ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് അങ്ങനെ റെഡി സെറ്റായി നിൽക്കുകയാണ്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗഡൈക്കല്ലിനെ സംസാരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ കാടിൻ്റെ കാഴ്ചകളും ഗഡൈക്കല്ലിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം യാത്ര ചെയ്യുക, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് പോയിൻ്റ് പറയുന്നത്. അപ്പോൾ താഴെ ഒരു ഓഫീസർ ഇരിക്കുന്നുണ്ടാവും, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരു കോമഡി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ റേഞ്ച് ഇല്ല, പക്ഷേ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കും വേണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കയറി തുടങ്ങണം കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് കയറാനുണ്ട്. ഏകദേശം 1900 സ്റ്റെപ്സ് ആട്ടോ കയറാനുള്ളത്. അത്രയും ലോങ് ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ജേണി ആട്ടോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ രാത്രി 12 മണിക്ക് ട്രെയിൻ കയറിയിട്ട് ഇന്ന് ഇതിപ്പോൾ സമയം ഇപ്പോൾ എത്രയായി? 11:30 നമ്മളിപ്പോൾ എത്തിച്ചേർന്നത്. കുറേ കയറാനുണ്ട്, കുത്തനുള്ള കയറ്റമാണ്. അതുപോലെ തന്നെ കുറേ സ്റ്റെപ്സ് നടന്ന് കയറാനുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ. പിന്നെ പോണ വഴിക്കുള്ള നല്ല അതിമനോഹരമുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. കുറേ ആളുകൾ ഇരുന്നാണ് കേട്ടോ. അവിടെ നിന്ന് ബ്രോ മലയാളിയാണോ? ഞാൻ പോവും. ഒരാളുടെ അഭിപ്രായം കേൾക്കട്ടോ. എന്താ അഭിപ്രായം പറഞ്ഞോ? കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നേരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയുള്ള ഒരു വ്യൂ ഇല്ല എന്നാ. അഡ്വഞ്ചർ അല്ലേ? അഡ്വഞ്ചർ ട്രക്കിംഗ് അടിപൊളി, അങ്ങനെ മൈൻഡിനൊക്കെ അടിപൊളി. പക്ഷേ 1800 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ശരി എന്നാ. എപ്പോൾ കയറാൻ തുടങ്ങിയതപ്പോൾ? രാവിലെ ഫസ്റ്റ് ഓപ്പണിംഗ് ആണല്ലേ? ശരിയല്ലേ രാജ? അതാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ പോവല്ലേ? അപ്പോൾ ഗൈസ്, അഭിപ്രായം കേട്ടില്ലേ? 1800 സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് മേലെ കാണാൻ ഒന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞ്. നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഭംഗിയുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ യാത്ര, അതായത് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രക്കിംഗ് എന്നൊക്കെ പറയാം. നമ്മൾ ഇതിനു മുമ്പ് കുറേ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഹരിയർ ഫോർട്ടിലും അതുപോലെ തന്നെ കലവന്തി ദർഗിലും. ഇതാരാ പറഞ്ഞ നന്നായിട്ടില്ലാന്ന്. എന്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അമ്മേ പോലെയാ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടുകാരനുണ്ട്. പിന്നെ പോകുന്ന നമ്മുടെ കർണാടകയിൽ തന്നെയുള്ള ഒരു സുഹൃത്താണ്. ഈ വഴി മറിപ്പോയി. അപ്പോൾ മൂപ്പര് ഇവിടുത്തെ പരിചയപ്പെട്ടാണ്. പേരൊന്നും അറിയില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് വന്നത് അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നുള്ള അവിടെ നിന്ന് ഇങ്ങനെ എത്ര എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. വേണ്ട ഒരു കയറി ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്രത്തോളം പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. 1800 സ്റ്റെപ്പ് എന്നാട്ടോ പറഞ്ഞത്. നമ്മൾ 1800 സ്റ്റെപ്പ് മുഴുവൻ നടന്ന് കയറും. എന്താ പറയുക, നമ്മളവിടെ എത്തും. അവിടുത്തെ എല്ലാ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരും. പഠിക്കണ്ട കേട്ടോ, സെറ്റാക്കാം നമുക്ക്. രാജാ പോരടാ, നിൽക്കണ്ട. നിന്നങ്ങനെ നിൽക്കാൻ തോന്നുന്നു. പോന്നു ഞാൻ നടന്നോ. വെയിലുണ്ട്, അതിനെ നിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കേട്ടോ. അയ്യോ, കിതയ്ക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഒരു 3 ബോട്ടിൽ വെള്ളം ഇല്ലാണ്ട് ഇങ്ങോട്ട് വരരുത് ആരും. സേ ഹൈ ബ്രോ. ഓക്കെ, വെൽക്കം ടു കർണാടക. താങ്ക് യു. എൻ്റെ മോനെ, ഊപ്പാട് വരും ഇങ്ങനെ നടന്നാ. അയ്യോ. അപ്പോൾ ഗൈസ്, ചെറിയൊരു വിശ്രമം, ചെറിയൊരു തണൽ കിട്ടി ഒരു മരത്തിൻ്റെ താഴെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ റെസ്റ്റ് ഒറ്റയടിക്ക് വെലിഞ്ഞ് കയറാൻ പാടില്ല മേലേക്ക്, ചത്തുവും. അതുകൊണ്ട് എന്താ അപ്പോൾ സിമ്പിളായി കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ എത്തുന്നുള്ള കറക്റ്റ് വഴി പറഞ്ഞുതരാം. ഞങ്ങൾ മംഗലാപുരം ഇറങ്ങിയിട്ട് മംഗലാപുരത്തു നിന്ന് ഒരു ബസ് കയറിയിട്ട് ഒരു 10-50 കിലോമീറ്ററോളം
ഒരു ബസ്സിൽ യാത്ര ചെയ്തു. അതായത് ബൽത്താഗടി പറഞ്ഞ സ്ഥലത്തോട്ട് ബസ്സിൽ യാത്ര ചെയ്തു. ഒരു മാക്സിമം 60 കിലോമീറ്റർ. അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അവിടുന്ന് നമുക്ക് വേറെ ബസ് കിട്ടും. അതായത് ഗഡൈക്കല്ലേക്ക് ഒരു ബസ് കിട്ടും. അവിടുന്ന് ഒരു 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ നേരെ എൻട്രൻസ് വരെ കൊണ്ടാക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ. വലിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ മാപ്പ് നോക്കിയിട്ട് തന്നെ വരാം. എല്ലാ ബസ് സൗകര്യം വണ്ടിയുടെ സൗകര്യമൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വരാനുള്ള റൂട്ട്. അപ്പോൾ ഇനി കയറി തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 10-50 മീറ്റർ ഉയരത്തിലപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഒരു കണക്ക് പ്രകാരം അത്ര ആയിട്ടുള്ളൂ. ഇനി കുറേ കയറാനുണ്ട്. ആ കാണില്ലേ ഏറ്റവും ബാക്കിലെ മണ്ട വരെ കയറണം. അപ്പോഴേക്ക് ഊപ്പാട് വരും. കുറേ പേര് വരുന്ന കാണാൻ കഴിയും. ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന ആൾക്കാരെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇനി പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞ പോലെ 3 കുപ്പി വെള്ളം കയ്യിൽ കരുതുക, അല്ലെങ്കിൽ 8 പണി കിട്ടും. നിങ്ങൾക്കൊരു മനോഹരമുള്ള കാഴ്ച എടുത്തു തരാം. അതൊക്കെ അത് എയറിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ പോയി താഴെ. അയ്യോ, ഇത്ര നേരം അത് എയറിലായിരുന്നു കേട്ടോ. അതായത് സ്റ്റേബിളായിട്ട് ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ താഴെ പോയി. ആ പോണൊക്കെ കിട്ടിയില്ല ഗൈസ്. ഞാൻ ചെറിയൊരു പോണൊക്കെ നല്ല സ്ഥലമാണ്. ഇത്ര നേരം ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ തന്നെ ആ കാറ്റിൻ്റെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഗൈസ് കുറേ പേര് മല ഇറങ്ങി പോകുന്ന കാണാൻ കഴിയും. അവരെ ഊപ്പാട് ഇളകിക്കണം കേട്ടോ. കയറിയിട്ട് ഏതായാലും നമ്മളൊരു എന്താ പറയുക, ഒരു സ്പിറ്റിൽ ഇതെടുക്കും, സ്പോർട്സ്മാൻ സ്പിറ്റിലെടുക്കും. അപ്പോൾ നമ്മളിത് കയറി വിജയകരമായി പൂർത്തിയാക്കും. അളിയാ കഴിഞ്ഞില്ല ഇതിൻ്റെ ഫോട്ടോഗ്രാഫി. ഇപ്പോൾ കയറി നടത്തുള്ളൂ. അയ്യോ, ഏതായാലും കൊള്ളാം ഗൈസ്. ഞാനിപ്പോൾ താഴെ നോക്കി ഇതിൽ നോക്കി സംസാരിക്കുന്നുണ്ടറിയോ. സ്റ്റെപ്പ് നോക്കി വെച്ചിട്ട് പിന്നെ താഴെ കിടക്കും. നേരെ ഉരുണ്ട് താഴെ എടുക്കും. അതുകൊണ്ട് താഴെ നോക്കി നടക്കുക, വീഡിയോസൊക്കെ നോക്കി കണക്ക് എടുക്കുക. അതുകൊണ്ടോ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അവർ രാവിലെ കയറിയതാണ്. എന്നിട്ട് അവരിപ്പോഴും ഇറങ്ങുന്നത്. ഒരു 4-5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവർ തിരിച്ച് താഴെ ഇറങ്ങാണ്. നോക്കൂ സുഹൃത്തുക്കളെ, എന്ത് രസം കാണാൻ. കണ്ടില്ല എന്ത് മനോഹരമാണ്. ഇനിയിപ്പോൾ മേലെത്തും തോറും ഇതിനെക്കാട്ട് ഭംഗിയായിരിക്കും. നമുക്ക് കയറി നോക്കട്ടെ. കുറേ ആൾ വരുന്നുണ്ട് കയറിയിട്ട്. അവനവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വെള്ളം കുടിച്ചിട്ട് പോകാം കേട്ടോ. അത് ഏറെക്കുറെ ഒരു 100-150 കിലോമീറ്റർ മേലെ കയറി വന്നു. അപ്പം തന്നെ ഈ അവസ്ഥയാണ്. ഇനിയൊരു കുറേ കയറാനുണ്ട്. അയ്യോ ഗൈസ്, നടന്ന് കുഴങ്ങി. ഒരു തിരിക്കണുണ്ടല്ലോ കൂളായിട്ട്. ഒരു അഭിനയം കേട്ടോ. ഇരിക്കണമെന്ന് നോക്കണ്ട. ഇവിടെ കയറിയപ്പോൾ ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡാക്കി. ഇതിൻ്റെ ഇവിടുന്ന് കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. ഇനിയും കയറാനുണ്ട്. പാട്ട് വെക്കറാ വേണ്ടടാ. കോപ്പറേറ്റ് അടിക്കും വേണ്ട. ഇവിടെ 5G ആണോ? 5G ഇട്ടിട്ട് ഗൈസ്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. ഗൈസ് ചെറിയൊരു സീന്. ഞങ്ങളെ കയ്യത്തെ ഓറഞ്ച് കണ്ടിട്ട് ചെക്കൻ വരാം കേട്ടോ. ഗൈസ് ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഒരു കുരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അങ്ങനെയാണെങ്കിലോ ഒരു പിടിക്കൊരു പറ്റും. ഇത് പവർ ബാങ്ക് കുടിക്കും. ഞങ്ങളുടെ കയ്യിലാണെങ്കിലോ ആകെ 1-2 ഓറഞ്ച് ഉള്ളൂ. അതിന് കൊടുത്താൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം ഓറഞ്ച് തൊലിക്കലുണ്ടിട്ട് കുരങ്ങ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട്. രസമാണ് എന്തായാലും. അപ്പോൾ ഗൈസ് ഒരു ഹായ് പറയാ. ഭയങ്കര മടിയനാ. കുറച്ച് ദൂരം നടന്നെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വെയിലായതുകൊണ്ട് കയറാൻ ഭയങ്കര പാടാട്ടോ. എങ്ങനെയാലും നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തണം. അങ്ങ് ദൂരെ മലയ്ക്ക് മുകളിലെത്തണം. നല്ല വൈബാണ്. പിന്നെ ഓവർ ആയിട്ടുള്ള ലഗേജ് ഒന്നും കൊണ്ടുവരണ്ട. നമുക്ക് ചെറിയ ലഗേജാണ്. ഞാൻ മുമ്പ് യാത്ര ചെയ്യണ പോലെയുള്ള വലിയ ബാഗല്ല. 2 ജോഡി ഡ്രസ്സ് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വെള്ളക്കുപ്പി മറക്കരുത്. എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും ഓറഞ്ച് പോലെ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വഴിയിൽ ഇങ്ങനെ കഴിച്ചിട്ട് പോവുക. ബോഡി ഡീഹൈഡ്രേറ്റ് ആവില്ല. പിന്നെ സൺസ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. അപ്പോൾ ഉച്ചയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ ടൈമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കാണ് കയറുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടാൻ അടിക്കില്ല. അപ്പോൾ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടല്ലേ, ഇവന് വേണ്ട പറഞ്ഞാൽ കൊടുത്തില്ല. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അവസ്ഥ അറിയാം. എൻ്റെ അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥയായിരിക്കില്ല തിരിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ ഇനി മെല്ലെ നടക്കാൻ തുടങ്ങട്ടെ. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഇനി കാണിച്ചു തരണം. നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കയറുന്നുണ്ടല്ലേ, ഒന്ന് കയറി കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടെന്ന്
നല്ല ഇതാട്ട അവസ്ഥ. നല്ല രസമുണ്ട് എന്തായാലും, കൊള്ളാം. അവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളുള്ള കാരണം കൊണ്ട് വെയിലില്ല. പക്ഷേ ഇനി നമ്മൾ കുത്തനുള്ളൊരു 10-80 ഡിഗ്രി കുത്തനുള്ളൊരു കയറ്റം കയറാനുണ്ട്. പ്രകൃതിൻ്റെ ഭംഗി പറഞ്ഞതാണ് ഗൈസ്. എന്ത് സുന്ദരം നമ്മുടെ ഭൂമി. ഓ ഭൂമി സുന്ദരം തന്നെ. ഇതൊക്കെ നീ എന്താ മലയ്ക്ക് പോണ പറയുമ്പോൾ നല്ല ശബരിമല സീസണും കൂടിയാണ്. എന്താ പോടാ നടക്ക്, ഞാൻ നടക്കുന്ന മുനിക്ക് മാറി. ഇന്നെന്തായാലും നടക്കൂല, മാറി. ഞാൻ ഓവർടേക്ക് ആയിരുന്നു നിന്നെ. ഓവറാവശ്യം കാണിക്കാൻ പറ്റില്ല. സമാധാനത്തിൽ ഇവിടെ വടി പൊട്ടിക്കണം കേട്ടോ കുത്തി കിടക്കാൻ. വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. വാക്കിംഗ് സ്റ്റിക്കില്ല, പകരം നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു വടി പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വാക്കിംഗ് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. 100 മീറ്ററിന് ഇത്ര പറഞ്ഞു. 100 മീറ്റർ ഇറങ്ങിയതിന് പിന്നെ കുറച്ച് 200 മീറ്റർ സൂണെന്നാണ് പറഞ്ഞ്, നമുക്കറിയില്ല. അപ്പോൾ തേനായി കുറച്ച് കർണാടകത്തെ കുറച്ച് ടീമുകളെ പരിചയപ്പെട്ടു. അവരിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അതാ പറയുന്നത്, നമ്മൾ ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഇതുപോലത്തെയൊക്കെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് എവിടെയും കയറി ചെല്ലും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അയ്യോ വയ്യ തിരിച്ച് ഇങ്ങനത്തെ സ്ഥലത്തേ വരില്ല എന്ന് പറയും. പക്ഷെ ഇത് നല്ല രസമാണ് ഗൈസ്. ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ കാടും മലയും കുന്നൊക്കെ ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. എന്ത് കാജാ സ്റ്റെപ്പ് എണ്ണ വയ്യ, സ്റ്റെപ്പ് എണ്ണ നിൽക്കണല്ലോ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നല്ല തണലാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഭയങ്കര വൈബുള്ള സ്ഥലം കേട്ടോ. നല്ലൊരു സംഭവം കാണാൻ കഴിയും. എന്താണെന്ന് എനിക്കറിയില്ല, എന്തൊരു കോട്ട പോലെ ഉണ്ട്. നല്ല തണലാണ്. ഇപ്പോൾ മേലെത്തുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടൊന്ന് കുറഞ്ഞു കിട്ടി. ഓ എടാ അവിടെ നോക്കിയേ കാജാ, അതൊക്കെ ഗൈസ് സൂപ്പറായില്ലേ. എന്ത് മനോഹരമുള്ള സ്ഥലമല്ലേ. നമ്മളിതൊന്നും ശരിക്കും പറഞ്ഞാൽ കാണുക കേൾക്കുക പോലും ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്നൊന്നും. ഇപ്പോൾ ഗൈസ് വന്ന വഴികളാട്ടി കാണുന്നത് കണ്ടില്ലേ. നല്ല ഭംഗിയുള്ള വഴികൾ. അത് ചുറ്റിനും കാടാണ്, നല്ല മനോഹരമായിട്ടുള്ള കാടാണ്. അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്, കാണാൻ കഴിയുന്നില്ല. അവിടെ കേട്ടോ, അവിടെയും കാടന്നെ കേട്ടോ. വന്ന വഴികളൊക്കെ കാണുന്നത് നല്ല മനോഹരമുള്ള വഴികൾ. മേലെ ആരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന വഴികളാണ് ഈ കാണുന്നത്. ഇപ്പോൾ വീണ്ടും പഴയ പോലെ കുത്തനുള്ള കയറ്റായിട്ടുണ്ട്. എടാ നന്നായിട്ടുണ്ടടാ, ഇതൊക്കെ എന്ത് രസം കാണാൻ. അപ്പോൾ വീണ്ടും കുത്തനുള്ള കയറ്റായിട്ടുണ്ട് ഗൈസ്, കയറാൻ കഴിയുന്നില്ല. ഓ ഇത് വലിഞ്ഞ് കയറുമെന്ന് പറഞ്ഞത് ചില്ലറ കേസൊന്നുമല്ല കേട്ടോ. അമ്മേ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കണ്ടില്ലേ വീണ്ടും ഒരു പരന്നിട്ടുള്ളൊരു ഏരിയ എത്തി. അതായത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കുറച്ച് കയറ്റം പിന്നെ ഇതുപോലെ തന്നെ ഏരിയ, പിന്നെ കുറച്ച് കയറ്റം പിന്നെ ഇതുപോലുള്ള ഏരിയ, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നല്ല ഭംഗിയുള്ള വഴികൾ. ഇപ്പോൾ കുറച്ച് ദൂരത്ത് നടത്തുന്നതിന് ശേഷം പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏറെക്കുറത്ത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നല്ലൊരു കയറ്റം കയറാനുള്ളത്. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്നതിൻ്റെ മേലെ ചെറിയൊരു ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലേ കാട് എന്താ തോടാണോ അല്ല, ഒരു ചെറിയൊരു കുഴി കേട്ടോ അവിടെ, അത്യാവശ്യം ചെറിയൊരു ആഴമുള്ള കുഴി. അല്ല പോകുന്ന വഴി കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. നല്ല എന്തോ ഒരു എന്താ പറയുക ഹൈവ കൊള്ളാലോ. കാണിച്ചു തരാട്ടെ. വലിയൊരു പാറ കഷ്ണം കേട്ടോ അത്, അലാക്കിന് വലിപ്പുണ്ട്. ഇതൊരു കോട്ടയാണ്, കോട്ട അളിയാ എത്തിയടാ. ഇപ്പോൾ കുറേ നേരം നടത്തിയതിന് ശേഷം കുറേ നേരം നടത്തിയതിന് ശേഷം നമ്മളിപ്പോൾ ശരിക്കുള്ളൊരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കുള്ളൊരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്ര നേരം കണ്ടത് ചെറിയൊരു ഷോ മാത്രം, ഇനി കുറേ നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു 70% നടന്നു നിന്ന് ഈ ഒരു 30%മാണ് കഠിനമായ യാത്ര. കാണാം വഴിയെ ഓരോ കാഴ്ചകളും. ഇവിടെ ഉള്ളത് നല്ലൊരു വലിയൊരു പാറക്കെട്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ. പലോക്കിൻ്റെ വലിപ്പോട്ട് ഈ കാണുന്നില്ല, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായി തോന്നും, നല്ല വലിയൊരു പാറക്കഷ്ണമാണ്. കഷ്ണമല്ല, ഒരു വലിയൊരു മലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
കാഴ്ച ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ബീരങ്കിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ ബീരങ്കിയാ. അതായത് ഇതൊക്കെ ഒറിജിനൽ ബീരങ്കി കിട്ടി കാണുന്നത്. ഇത് എൻ്റെ മോനെ ബീരങ്കി താഴെ ഇവിടെ കൊണ്ടിട്ട് ഇതൊരു കോട്ടയാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. നമുക്ക് ഇടത് ഒറിജിനൽ ബീരങ്കി ഇവരൊക്കെ അറിയുന്നുണ്ടാ. പിന്നെ വേറെ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ ഗൈസ്. സൂപ്പറല്ലേ? അടിപൊളി വ്യൂ. ഇങ്ങനെ മലയാളമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ചിത്രം വരയ്ക്കില്ലേ അതുപോലെ ഉണ്ട് മലയാളമൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു വലിയൊരു പള്ളിയാണ് ആ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ. മലയാളത്തിന് വലിയൊരു പള്ളിയാണ്. ഇത്രയേ ഉള്ളൂ ഇവിടെ നോക്കുമ്പോൾ. നല്ല കുഞ്ഞു വീടുകൾ, മനുഷ്യന്മാരൊന്നും കാണുന്നില്ല. അത്രയും ചെറുതാണ്. നമ്മൾ അത്രയും ഹൈറ്റ്, അത്രയും വലിയ ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് നമ്മൾ കേട്ടോ. നല്ല കാറ്റുണ്ട്, ചൂടൊക്കെ കുറഞ്ഞു കിട്ടി. കയറും തോറും നല്ല ചെറിയ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതൊരു കോട്ടയാണ്, അത് മറക്കരുത്. കൊള്ളാട്ടോ, നല്ല ഭംഗിയുള്ള പ്ലേസ്. ഇനി കുറച്ചുകൂടി കയറാനുണ്ട്. തീരെ സമയമില്ല, നമുക്ക് 3 മണിക്ക് തിരിച്ചിറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാം കേട്ടോ. വരുന്ന വഴികൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വഴികളാട്ടോ. അതായത് ഈ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, അതായത് കൈ കൊണ്ട് പണിതുണ്ടാക്കിയ സ്റ്റെപ്പാണ്. അത് പാറക്കല്ല് കൊത്തിണ്ടാക്കിയ സ്റ്റെപ്പാണ് അടി കാണുന്നത്. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ മേലെ കയറുന്ന ഒരു ചൂട് കുറവാണ്. വന്ന കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ. ഗൈസ്, ഇപ്പോൾ നടന്നു വന്ന വഴികളാണ് കാണുന്നത്. ഇനി ഇതാ ഈ കാണുന്ന വഴി ഇങ്ങനെ കയറാനുണ്ട്. കയറിക്കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി കയറിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മലേൻ്റെ അറ്റത്തെത്തും. പോകുന്ന ഈ റൂട്ടിൻ്റെ നല്ല ഭംഗിയുള്ള റൂട്ടാണ്, നല്ല ഭംഗിയുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ ഈ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകട്ടെ. നമുക്ക് വെയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ തൂക്ക കയറാൻ കുറേ ഉണ്ടളിയാ. അയ്യോ, അവിടെ കുറേ ആളുകളൊക്കെ വരുന്നതാണ്. വന്ന വഴികളുണ്ടല്ലേ നിങ്ങൾ. ഗൈസ്, ഇവിടെ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതാണ്ടില്ലേ, ഇവിടെ തന്നെ വീണാൽ പൊടി പോലും കിട്ടില്ല കേട്ടോ. ഇവിടെ പാറക്കഷ്ണം കണ്ടില്ലേ, ഒരു പാറക്കഷ്ണം, ഒരു പാറ, വലിയൊരു മല കേട്ടോ. പാറമല, നല്ല നല്ല ചെടികൾ. അപ്പോൾ വെയിലായതുകൊണ്ടാണ് വലിയ പച്ചപ്പൊന്നും കാണാനില്ല. കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ പോയിന്റ്. വിമാനമൊക്കെ പോകുന്നുണ്ട്, കാണുന്നില്ല, സൗണ്ട് കേൾക്കുന്നുണ്ട്. നേരേക്ക് നോക്കാൻ കഴിയുന്നില്ല, ചൂട് വെയിലടിച്ചിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്, വ്യൂ അതിമനോഹരം, ഒന്നും പറയാനില്ല. ഈ കയറാട്ടെ. നമുക്ക് നമ്മൾ കയറുന്ന വന്ന വഴികൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. കുറേ ആളുകളവിടെ നിൽക്കുന്നുണ്ട്, തിരിച്ച് പോവാണ്. നമുക്കിന്ന് തിരിച്ചിറങ്ങണം. അതിന് മുമ്പ് നമ്മൾ കയറി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അവിടുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് തിരിച്ചിറങ്ങാനുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ കയറാൻ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കയറാൻ ഇത്ര വലിയ കഷ്ടപ്പാടില്ല. നമ്മൾ ഇറങ്ങുന്നത് അപേക്ഷിച്ച് കയറാൻ വലിയ കഷ്ടപ്പാടില്ല. അത് ഞാൻ എൻ്റെ കുറേ അധികം ട്രെക്കിങ്ങിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ കയറാൻ പാടാണ്, പക്ഷെ ഇറങ്ങുന്നതിനേക്കാളും സുഖമാണ് സത്യം പറഞ്ഞാൽ കയറാൻ. ഇപ്പോൾ കുറേ കയറാനുണ്ട്, അല്ലെങ്കിൽ കയറിക്കാൻ വരാം. ഒരുത്തവിടെ റെസ്റ്റ് എടുക്കുക. സത്യം പറഞ്ഞാൽ ഒരു 100 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തോളാം, അല്ലെങ്കിൽ കയ്യും കാലൊക്കെ വേദനിക്കും. അപ്പോൾ കഷ്ടപ്പാടാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ യാത്രയും നടത്തുന്നത്. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള യാത്രയാണ്. കണ്ടേ, എൻ്റെ ബാക്കിലുള്ള കാഴ്ചകൾ കണ്ടില്ല നിങ്ങൾ, എന്ത് രസമാണെന്നറിയോ കാണാൻ. പിന്നെ സ്റ്റെപ്പ് സൂക്ഷിച്ചിട്ട് വേണം കയറാൻ, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, കയറുന്ന സ്റ്റെപ്പ് ഇതാണ്. ഒന്നുകൂടി നീളം കൂട്ടി കേട്ടോ. ഇതാണ് സ്റ്റെപ്പുകൾ. നോക്കി കയറിയില്ലെങ്കിൽ തലകുത്തി താഴെ വീഴും. അഥവാ കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട തോടെ നോക്കിയാൽ മതി, ഉരുണ്ട് പോയിക്കോളും. അപ്പോൾ വെയിലിൻ്റെ കാഠിന്യം ചെറിയ കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സൺസ്ക്രീൻ തേച്ചാണെങ്കിൽ ഗ്ലോ ചെയ്യുന്നു കേട്ടോ. സൺസ്ക്രീനൊക്കെ തേച്ച് കഴിഞ്ഞാൽ ടാൻ അടിക്കില്ല. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല സൂപ്പർ. ഇതാ പോണം. ഇതൊക്കെ ഇനി കയറാനുണ്ട്. സെറ്റാണ്. ഒരു തിരിക്കണുണ്ടല്ലോ അവിടെ തന്നെ ഒന്നോ.
എനിക്ക് ഇരുന്ന് നോക്കാം. ഇരുന്ന് കുഴങ്ങിയതാ. നല്ലടാ, നല്ല ഭംഗിയുണ്ടാ നിന്റെ തലേൻ്റെ മേലെ സൂര്യൻ. അവിടെയൊക്കെ വലിയൊരു മല, ആ ചിത്രം വരച്ച പോലെ ഉണ്ട്. ഇങ്ങനെ 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 വരച്ച് വെച്ച രസല്ലേ. കേൾക്കി നടന്നോ നിൽക്കണ്ട, റെസ്റ്റ് എടുത്തില്ലേ? എന്താ പറ്റി? ആള് എൻജോയ് ആയിട്ട് വൈബിലാണ്. ഞാൻ പറഞ്ഞില്ല കുത്തനുള്ള സ്റ്റെപ്പാണെന്ന്. ഏകദേശം ഒരു 70-80 ഡിഗ്രി ചെരുവാട്ടത്. അല്ല 80 ഒരു 70 ഡിഗ്രി ചെരുവാണ്. നമ്മൾ മുമ്പ് അരിയർ ഫോർട്ട് കയറിയത് 80 ഡിഗ്രി ചെരുവാണ്. ഇത് അത്രയില്ല, ഇങ്ങനെ കുത്തണമല്ല, അതായത് ചെറിയ സ്ലോപ്പ്. അളിയ ഫസ്റ്റ് ടൈം ആട്ടോ അല്ലേ? നിന്റെ എക്സ്പീരിയൻസ് പറയണ്ടേ? പറഞ്ഞോ. ഒന്നും പറയില്ല. മടിയനാണ് എനിക്ക്, മടിയൻ ഉണ്ടല്ലേ. എവിടേക്കോ മരം മുറിക്കുന്നുണ്ട്, അതിന് സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്ര തന്നെ ഉള്ളു ആ കാണുന്ന വീടൊക്കെ, എത്ര തന്നെ ഉള്ളു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു പെട്ടിക്കഷ്ണം സോപ്പും കൂട് പോലെ ഉണ്ടാവും പള്ളിയൊക്കെ കാണാൻ. അത്രേ ഉള്ളൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഫുള്ള് കാടാണ്, കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ കാടാണ്. ആ കാട് ഇങ്ങനെ കയറി ഒരു മലൻ്റെ മേലെ ഇങ്ങനെ കയറുന്നുണ്ട്. കാട് വലിയ മല കാണുന്നില്ല, ചെറിയൊരു മഞ്ഞോ അതുകൊണ്ട് കാണുന്നില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്കില്ല. അതുകൊണ്ട് ഒരു വലിയൊരു മലയാണത്. ഓ, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും പാടാലോചിച്ച് നോക്കില്ലേ, ഇത്ര കഷ്ടപ്പെട്ടുണ്ടാവും. കുറേ നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും തുടങ്ങിയിട്ട് കയറാൻ. എന്താടാ വെള്ളം വരുന്നു, എവിടെയോ ഉറവ് പൊട്ടി കയറുന്നു കേട്ടോ. വെള്ളം കണ്ടില്ല ഇവിടെ. നമ്മളെ മുന്നിൽ പോയ ആളുകൾക്ക് തിരിച്ചിറങ്ങാൻ തുടങ്ങി. നമ്മൾ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് വൈബ് അടിച്ചിട്ട് തിരിച്ചിറങ്ങാനുള്ളതാണ്. ഇതെന്താടാ ഒരു അവസാനമില്ലേ? കുറേ നേരം കയറാൻ തുടങ്ങിയിട്ട്. നമ്മുടെ സൂര്യേട്ടൻ എന്താ അവിടെ കത്തി നിൽക്കുന്നുണ്ട്. ബാ കയറാ. അപ്പോൾ ഗൈസ് ഫോണും പിടിച്ച് ഇങ്ങനെ കയറാൻ വയ്യ. അപ്പോൾ ഈ കാണുമ്പോൾ നമ്മൾ കണ്ട ഇതേ സ്റ്റെപ്പിൻ്റെ മേലെ വരും. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിട്ടുണ്ട്, തിരിച്ചിറങ്ങാൻ കൂടി ഉള്ളതാണ്. അപ്പോൾ ഇനി വീഡിയോ എടുത്ത് ഇങ്ങനെ പോകാൻ കഴിയില്ല. ഈ കാണുന്നത് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, അവിടുന്ന് കയറി കഴിഞ്ഞാൽ എത്തി. അപ്പോൾ ഇനി മേലെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഭയങ്കര ടയേർഡ് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല തണുപ്പുണ്ട്, വെള്ളം ഒരു ഉറവ കേട്ടോ. ഇവിടെ നിന്ന് വരുന്ന പൊട്ടി ഒലിച്ച് വരുന്ന മലേൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഉറവകളാണ് കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം. അപ്പോൾ ആ വെള്ളമാണ് ഇപ്പോൾ താഴെ കണ്ടത്, കണ്ടില്ലേ പൊട്ടി ഒലിച്ച് പോകുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. മേലെ എത്തിയിട്ട് അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഒരുത്തൻ കുരങ്ങൻ കയറിപ്പോണ പോലെ കയറി പോകുന്നത്. 2 കൈയും 2 കാലും കുത്തി കുരങ്ങന്മാർ കയറിപ്പോയില്ലേ, അതുപോലെ കേട്ടോ അവൻ കയറിപ്പോന്ന്. വേറെ വഴിയില്ല, അങ്ങനെയാണ്, കുത്തനെയാണ്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഇതേ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു ഞാൻ, 3ാമത്തെ കേട്ടോ. അതുകൊണ്ട് ഒരു ചെരുവ്, ഒരു കുന്നിൻ ചെരുവ്, മലൻ ചെരുവ് അറിയില്ലേ, നേരെ ഇങ്ങനെ കുത്തനുള്ള മലൻ്റെ ചെരുവാട്ടോ കാണുന്നത്. നേരെ താഴോട്ട് ഒന്ന് ചാടിയ പിന്നെ കഥ കഴിയും. കുത്തനുള്ള മല കേട്ടോ. നമ്മൾ ഏറെക്കുറെ എത്തിയെന്ന് തന്നെ പറയാം. കുറച്ചുള്ളൂ, ഇതാകട്ടോ കുന്ന്. അപ്പോൾ ഇവിടുത്തെ വ്യൂ അവിടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നത് കാണാം, കണ്ടില്ലേ? ചെറിയൊരു പുഴ കേട്ടോ, അരുവിയല്ല, ചെറിയൊരു പുഴ ഒഴുകുന്നത് കാണാം. സൂം ചെയ്ത് ഓരോന്ന് കാണിച്ചു തരാം. അവിടെ എന്തൊക്കെ ചെറിയ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഭാഗത്തായിട്ട്. ഇതാ ഞാൻ പറഞ്ഞ പള്ളി അല്ലേ, ഇത്രത്തോളം നോക്ക് പള്ളി അല്ലേ. നല്ല കാറ്റുണ്ട് ഗൈസ്. ഇതാ ഒരു ടവറൊക്കെ നിൽക്കുന്നത് കാണാൻ കഴിയും. ആണോ, ചെറിയ ടവർ. ഇവിടെ നോക്കുമ്പോൾ അതൊന്ന് എത്ര ഉള്ളൂ, ചെറിയൊരു കടുമണിൻ്റെ വലിപ്പമുള്ളൂ. എന്താ കാറ്റ് ഗൈസ്. സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ പ്രകൃതിയുടെ ഭംഗി. അതാ ഗൈസ് നോക്കാം. ഇതാട്ടെ ഞാൻ പറഞ്ഞത്, നമ്മുടെ കാറ്റിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഒഴുക്കിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. ആ ഒരു പക്ഷി പോയി. അപ്പോൾ ഗൈസ് നമുക്ക് കയറി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ചെറിയൊരു കോട്ടവാതിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവൻ്റെ മേലെ പോകുന്നത്. എത്തി നമ്മളെ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി മേലെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കോട്ടവാതിൽ ഇവിടെ കായ എഴുതി നശിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെ.
അപ്പോൾ അതാട്ടോ ഇവിടെ കോട്ടവാതിലിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. എടാ വാടാ. നല്ല തണുപ്പിട്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ കാണുന്നുണ്ടോ? എക്കൊടിക്കുന്നു ഓക്കെ നൈസല്ലേ. ചെറിയൊരു കോട്ടൻ്റെ വാതിൽ എന്ന് പറയില്ലേ, കോട്ടവാതിൽ. അപ്പോൾ എന്തൊക്കെയോ ഇവിടെ കുത്തി വരച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോവാ. ഉറവ് കൂട്ടി വരുന്നുണ്ടല്ലേ, നല്ല തണുത്ത വെള്ളം കേട്ടോ. താഴെ ഫുള്ളിങ്ങനെ വേലിങ്ങനെ ഒഴുകി അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. കുറേ വള്ളികളിങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. വള്ളിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് തുള്ളി തുള്ളിയായിട്ട്. നല്ല തണുപ്പുണ്ടല്ലോ അവിടെ, ചെറിയ തണുപ്പുള്ളൊരിത്. പേടിക്കണ്ട, പാമ്പുണ്ടാവും നോക്കിയിട്ട്. ഒരുപാട് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാൻ്റെ സുഹൃത്ത് നിൽക്കുന്നത് അവിടെ. എന്തേ ഓടിച്ചാടി കളിക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വൈബ് പറയണേ. അപ്പോൾ കുറേ നേരം നടത്തുന്നതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ജയിച്ചു ഗൈസ്, ജയിച്ചു. വെച്ച കാല് പൊറോട്ട വെക്കൂല, പോയിക്കൊണ്ടേയിരിക്കും നമുക്ക്. പക്ഷേ ഒരുപാട് ഇവിടെ വരുന്ന ആളുകൾ തീരെ വയ്യ, അതിനെക്കൊണ്ട് കഴിയുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ റിസ്ക് എടുക്കണ്ട, ഇറങ്ങി റിട്ടേൺ പോയിക്കോളാം കേട്ടോ. ഓവർ റിസ്ക് എടുത്തിട്ട് ശരീരം കേടെടുത്തണ്ട. അതായത് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കയറാൻ കഴിയും, ഒരുപാട് തീരെ വയ്യാന്ന് കാണുമ്പോൾ ഇറങ്ങിപ്പോവാം കേട്ടോ. വരുന്ന വഴികളൊക്കെ കണ്ടില്ലേ, സൂപ്പറാ, നൈസാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ. അതുണ്ട് പ്ലേസ് എന്തൊക്കെയോ അവിടെ പുക വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് കാടുകളുണ്ട്. ഇവിടെ മനുഷ്യവാസം പറഞ്ഞ സംഭവമില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ആ മൂലക്കായിട്ടൊരു വീട്. ചെറിയൊരു വഴിയിലൂടെ ആളുകൾ നടന്ന വഴി കേട്ടോ അതൊക്കെ. അപ്പോൾ നടക്കുന്ന വഴി തന്നെയാണ്. പൂമ്പാറ്റയൊക്കെ പറക്കുന്നുണ്ട് ജോഡിയായിട്ട്. അപ്പം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ എത്തുമെന്ന് അറിയില്ല. ഏതെങ്കിലും വ്യൂ പോയിൻ്റ് ഉണ്ടോ നോക്കാം. എടാ കാജ, വേറെ സീനുണ്ട് അവിടെ. ആ ഭാഗത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും വ്യൂ പോയിൻ്റ് തോന്നും. നമുക്ക് ഇനി തിരിച്ചിറങ്ങിയിട്ട് നീ ഇറങ്ങി വന്നില്ലേ, രണ്ട് വഴി സ്പ്ലിറ്റായിട്ട് പോകണം വേണ്ട. ആ ഭാഗത്ത് ചെറിയൊരു കുളം പോലെ സംഭവമുണ്ട്. അതിനകത്ത് തൊട്ടപ്പുറത്ത് ഒരു കുന്നുണ്ട്. കുഴിയല്ല, ആ കുഴി വീട് താഴെ ഒരു കുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്ഥലമല്ലേ? ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ വീട്ടിലിരിക്കാൻ തോന്നുക. ഇറങ്ങി വരിക, ഇറങ്ങി ഇങ്ങനെ യാത്ര ചെയ്യുക, രസം തന്നെയാണ്. നമുക്ക് ഇറങ്ങാട്ടോ. അയ്യോ, തിരിച്ചിറങ്ങി കുറച്ചുകൂടി കാഴ്ചകൾ ബാക്കിയുണ്ട്. ഒന്നുപോലും വിടാതെ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. കുന്നിൻ്റെ മേലേക്ക്, ചെറിയൊരു കുന്നിൻ്റെ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടി ഗൈസ്, വ്യൂ പോയിന്റ് കിട്ടി ഗൈസ്. ഇത് നോക്കിയാ നിങ്ങള്. ഇവിടെ നോക്കിയാൽ എല്ലാം കാണാം. അതായത് ഒരു 360 ഡിഗ്രിയിൽ ഫുള്ള് കാണാൻ കഴിയും. ഓക്കെ, ഇനി കാണാനുള്ളത് ഈ ഒരു വഴിയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ വഴി കയറിയിട്ട് അവിടെയുള്ള വ്യൂസ് കണ്ടിട്ട് നേരെ തിരിച്ചിറങ്ങിയിട്ട് അവിടെ എന്താണുള്ള കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങി. ഫോണിലെ ചാർജ് പറ്റ ഡൗൺ ആയിട്ടുണ്ട്. ഒരു പവർ ബാങ്ക് കൊണ്ടുവന്ന കാരണം കൊണ്ട് കുറച്ച് ചാർജ് ലാഭിക്കാം, തിരിച്ച് ഇറങ്ങേണ്ടതല്ലേ. പിന്നെ ഇതിന് മേലെ കയറി തീരെ റേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ താഴെ തന്നെ ഫ്ലൈറ്റ് മോഡാക്കി, കാരണം ചാർജ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുത്തം അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ, കിളിപോയ പോലെ. എടാ മേലെ പോവാ, വരുന്നെങ്കിൽ താഴത്തെ കാഴ്ചകൾ കാണാം. അവിടെ നല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും കഴിയില്ല. അങ്ങനെ അഴുക്ക വെള്ളമാണേ. കൈ എടുക്കാനോ മോൻ കഴിയാനോ ഒന്നും കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാലും എന്തായാലും ഇറങ്ങാൻ പോകുന്നില്ല, ഭയങ്കര റിസ്ക്കാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇറങ്ങാൻ നിൽക്കരുത്, ഭയങ്കര ഡേഞ്ചറാണ്. ഞാനൊന്നും ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒറ്റയ്ക്കാണ്, കൂടെ ആരും ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഒരിക്കലും ഇറങ്ങരുത്. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളാണ്,
വെറുതെ പോയിട്ട് ആവേശം കാണിച്ചിട്ട് പൊട്ടത്തരം കാണിക്കരുത്. ഗൈസ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. പ്രകൃതിൻ്റെ പ്രൊജക്ടർ കാണിച്ചു തരട്ടെ. പ്രകൃതിയുടെ പ്രൊജക്ടർ അവിടെ ശ്രദ്ധിച്ചോട്ടോ, സൂക്ഷിച്ച് നോക്കിയോ. കണ്ടില്ലേ? അതായത് ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ ആട്ടോ പാറയിൽ തട്ടുന്നത്. നമ്മൾ പ്രൊജക്ടറിൽ, അതായത് നമ്മൾ വാളിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും കാണില്ലേ, ഒരു ചെറിയ വീഡിയോസ് കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ കറക്റ്റ് എനിക്ക് അതാട്ടോ ഫീൽ ചെയ്യുന്നത്. നോക്കാം. പിന്നെ വേറൊരു വീരങ്കി കൂടി വരുന്നുണ്ട് കേട്ടോ. വീരങ്കിൻ്റെ ആ ഒരു സുനല്ലേ ആ സാധനം കേട്ടോ. കുറേ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, ഒടുക്കത്തെ വെയിറ്റാ. ചവിട്ടിയ പോലെ അനങ്ങൂല. അനങ്ങുന്നുണ്ട് നല്ല വെയിറ്റ് കേട്ടോ. എടാ അത് അനങ്ങുന്നുണ്ടടാ, നോക്ക്. കാലിലൊക്കെ ഉരുണ്ട് വീണ് കഴിഞ്ഞാണ്ടല്ലോ. ഇത് ഇത്ര വെയിറ്റ് ഉണ്ടാവും? ഒരു 500 കിലോ ഉണ്ടാവുമോ? ഒരുത്തൻ മല കയറി വരുന്നുണ്ടല്ലേ, ശബരിമലയ്ക്ക് കയറി പോണ പോലെ വരുന്നൊരുത്തൻ. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് ഒരു മൊട്ടക്കുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മൊട്ടക്കുന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൊട്ടക്കുന്നാണ്. ഫുള്ള് കറുത്ത പാറ. നമ്മുടെ ചെറുക്കനത് ഓടി കളിക്കുന്നുണ്ട് അവിടെ. അവനെ വിളിച്ചിട്ട് അവിടെ വെയ്യാണ്ട് നിന്നതാടെ. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിട്ട് എനിക്ക് വെയ്യാ പറഞ്ഞിട്ട് നിന്ന് ഞാൻ ഇപ്പോൾ വിളിച്ച് കയറ്റിയത് കേട്ടോ മേലേക്ക്. നമ്മൾ ഒരു കുറ്റിക്കാടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകം ഇങ്ങനെ വിശാലെ പരന്ന് കിടക്കുകയാണ്. എവിടേക്കാണ് യാത്ര ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ആരെങ്കിലൊന്നും പറയില്ല. ഇതാണ് അളിയ 360 വ്യൂ ശരിക്കും. അത് കണ്ടതുപോലെ ആ മലകാരം കൊണ്ട് ഈ മല മറിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു വ്യൂ കിട്ടിയുള്ളൂ, ഇവിടെ നിന്നിട്ട് ഇവിടം വരെ. ഇപ്പോഴാണ് ഇത് മുഴുവനായിട്ട് കിട്ടിയത്. അവിടേക്ക് പോകണം, അവിടേക്ക് പോകണമല്ലോ, അതല്ല മെയിൻ. സ്റ്റെപ്സ് വിത്തൗട്ട് റിട്രീറ്റ് എന്നല്ലേ. ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയുണ്ടല്ലോ ഗൈസ്, തീരുമാനമാവും ഇതൊക്കെ. ഞാൻ കാണിച്ചു തരാം, ക്ലിയറായി കാണിച്ചു തരാം. ഇവിടെ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടി പോലും കിട്ടൂല. കണ്ണ് പൊട്ടി പോലും കിട്ടൂല, അങ്ങനെയുള്ള സ്ഥലമാണ്. അതായത് ഇതാണ് ശരിക്കും വ്യൂ പോയിന്റ് പറയുന്നത്. ഇത് ഡെഡ് എൻഡ് ആണ്, ഡെഡ് എൻഡ്. ഓ എൻ്റെ മോനെ, താഴെ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ, നടക്കാം. അതായത് പാറൻ്റെ മേലെ കണ്ടില്ലേ, ഇങ്ങനെ ചെടി കൂടെ ഇങ്ങനെ നടന്നു പോവാ. അടിപൊളിയാണ് ഗായ്സ്. ചെറിയൊരു കാറ്റുണ്ട് കേട്ടോ, കാറ്റുള്ളവരെ കൊണ്ട് ചെറിയ സമാധാനം. നോക്കി ഞങ്ങൾ ഇതൊക്കെ കാണാണ്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നാ അവസ്ഥ ആലോചിച്ച് നോക്കാം. ഗൈസ് നോ ഗൈസ്, ഗായ്സ് നമ്മൾ അവസാനത്തെ ഡെഡ് എൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടോ, ഇതിൻ്റെ അപ്പുറം ഇനി വഴിയില്ല. ഇനി വഴി എന്ന് പറയാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇല്ല. ഇനി താഴെ ചാടിക്കഴിഞ്ഞാൽ ഇല്ല, ഇവിടെ ചെറിയ പാറ ഉണ്ട്. അപ്പോൾ അവസാനം നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ ഗഡൈക്കലിൻ്റെ കാഴ്ചകൾ അടിപൊളിയല്ലേ. അവിടെ നോക്കേ, ഒരു ചുമരിങ്ങനെ പണിത ചോലുണ്ട്, ഒരു മതിൽ പണിത പോലെ, അത്രയും താഴ്ചയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? അടിപൊളിയല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. നല്ല രസമുണ്ട് കാഴ്ചകൾ കാണാനും. അതുപോലെ തന്നെ ഈ ട്രക്കിങ് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കയറാൻ തന്നെ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അഡ്വഞ്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ കയറി മേലെത്തുമ്പോൾ ഈ കാഴ്ച കാണുമ്പോൾ ഇത്രയും കയറി വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പാട് നമ്മൾ മറക്കും. അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള പ്രദേശം, എന്താ പറയുക, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ലോകം ഇങ്ങനെ വിശാലമായിട്ട്, നമ്മുടെ ഭൂമി ഇത്രയും വിശാലതയിൽ പരന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് എവിടെ വേണം ഇഷ്ടംപോലെ യാത്ര ചെയ്യാം.
അപ്പോൾ യാത്ര ചെയ്യുക, മരിക്കോളം യാത്ര ചെയ്യുക, സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര ചെയ്യുക. പണിൻ്റെ ഇടയിലും തിരക്കിലൊക്കെ നമ്മൾ എന്തായാലും ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ നടക്കുക കേട്ടോ. യാത്ര ചെയ്യാൻ മറക്കരുത് ഒരിക്കലും. അപ്പോൾ എന്തായാലൊക്കെ നമ്മൾ നമ്മുടെ ആവാത്ത കാലത്ത് എന്തായാലൊക്കെ ഓർത്തിരിക്കാനും ഇങ്ങനത്തെ യാത്രകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വേറെന്താ പറയുക, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ യാത്രയെ സ്നേഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗഴൈക്കല്ലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ വേറെന്താ പറയുക, ഇത്രേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.